ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഒരു ഈറ്റ് വിത്ത് മീ എന്നുള്ളൊരു വ്ളോഗാണ്. സോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈറ്റ് വിത്ത് മീ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക, അത് മാത്രമാണ് എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ബാക്കി സമയത്ത് എനിക്ക് കുക്കിയുടെ കൂടെ ഓടാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം മണി 4:15 ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഡിജോ ഇന്ന് നേരത്തെ വന്നു ആൻഡ് കുക്കിയും അപ്പുറത്ത് കഴിക്കുവാണ്. ഡിജോയ്ക്ക് ഫുഡ് നേരത്തെ കൊടുത്തുവിട്ടു, അപ്പോൾ ഡിജോ കഴിച്ചിട്ടാണ് വന്നത്. അപ്പം കുക്കിയും ഡിജോയും ബെഡ്റൂമിലാണ്, അവിടെ AC ഇട്ടിട്ട്. അപ്പോൾ അവൾ ഫസ്റ്റ് തിന്ന് തുടങ്ങും കേട്ടോ. എന്നിട്ട് പകുതി വഴിയാകുമ്പോൾ നിർത്തുമ്പം ബാക്കി ഡിജോ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. എന്നാലേ അത് ഫുൾ ഫിനിഷ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പം എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇത് ചിക്കൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് പെപ്പറും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് പപ്രിക്ക ഇട്ടു, പിന്നെ ബട്ടറും ഹണിയും ഇത്രയും വെച്ച് സോട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാറുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ ഞാൻ മറന്നു. പക്ഷേ അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രെയിംസ് എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഡിജോയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ ഈ സാധനം, ഇത് ABCD എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഓരോ ഷേപ്സിലും ഒക്കെ വരും. അപ്പം ഇതിനെ ഞാൻ പരിചയപ്പെടുന്നത് ഡിജോയായിട്ട് കല്യാണത്തിന് ശേഷമാണ്. അപ്പം ഡിജോ ആണെങ്കിൽ ചോറിനോടെ മിക്സർ വരെ തിന്നുന്ന യുണീക്ക് വിയർഡ് ഫുഡ് കോമ്പോസ് തിന്നുന്ന ഒരാളാണ്. പക്ഷേ ഇത് കുഴപ്പമില്ലേ, നമുക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കറുമുറ പപ്പടത്തിൻ്റെ കൂട്ടൊക്കെ കഴിക്കാം. പിന്നെ ഇത് മുസമ്പി ഫ്രൂട്ടായിട്ട്, പിന്നെ ഒരു ലെറ്റ്യൂസ്, ചോറ്, പിന്നെ പരിപ്പ് ഡിജോ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം ഇപ്പം കൂടുതലും ഇവിടെ ഡിജോ ആണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ഒരാൾ നോക്കുമ്പോഴത്തേക്കും ഒരാൾ കുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് രണ്ടുപേരും കൂടെ അവളെ എന്തെങ്കിലും കാണിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉണ്ടാക്കാനുള്ളൊരു ഇതെനിക്കുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും കിച്ചണിൽ വരുമ്പോഴത്തേക്കും തന്നെ കുക്കി പിന്നെ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോകുമ്പോൾ പിന്നെ ഒരാളെന്തായാലും അവിടെ വരെ പോകണം, അവളെ നോക്കണം, എന്തെങ്കിലുമൊക്കെ വീഴാതെയും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഡിജോ ഉണ്ടാക്കിയാണ് കേട്ടോ പരിപ്പ് കറി. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഇന്നലെയാണ് ഇത് ഉണ്ടാക്കി കേട്ടോ പരിപ്പ്. എന്നിട്ട് കുക്കിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്കിക്ക് ഇച്ചിരി എരി കുറച്ച് എടുക്കാനായിട്ട്. അപ്പം കുക്കിക്ക് ഇച്ചിരി എരി കുറച്ചാണ് കേട്ടോ എടുത്തത്. പക്ഷെ അതിൽ ഇച്ചിരി കുറഞ്ഞു പോയി. അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പം എരിയും മുളകൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ അവൾക്ക് മാറ്റി വെച്ചു. പക്ഷെ അത് ഇച്ചിരിയും കൂടെ കൂടുതൽ വേണമായിരുന്നു. പിന്നെ അടുത്തോട്ട് നിന്നിട്ട് അവൾക്ക് ഇച്ചിരി കൂടുതൽ വെക്കണം, കാരണം അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം കഴിച്ചപ്പോൾ എന്തോ ഫസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ തുപ്പുന്ന പോലെയൊക്കെ കാണിക്കും. അതിനുശേഷം ഡിജോ ഇങ്ങനെ പറഞ്ഞു, ഇത് തൈരാണ്, ഗ്രീൻ തൈരാണെന്ന് ചുമ്മാ പറഞ്ഞു. അപ്പം അന്നേരമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ തന്നെ തിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കേട്ടോ. തംസപ്പ് അവൾ തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് ഫ്രെയിംസ്. നമ്മൾ ഇതുപോലത്തെ ഫൈബർ ഇലകളും വെജിറ്റബിൾസും ഒക്കെ തിന്നണം ഗൈസ്. ആക്ച്വലി ഞാൻ എപ്പോഴും ചിക്കൻ മീനും തിന്നുന്ന ഒരാളാണ്. പിന്നെ ഈ പ്രഗ്നൻസി സമയത്താണ് ഈ വെജിറ്റബിളിൻ്റെയും കൂടെ ഇമ്പോർട്ടൻസ് ഡോക്ടർ പറയുന്ന സമയത്ത് വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടെ ഞാൻ കഴിക്കും. പക്ഷെ പ്രഗ്നൻസി സമയത്താണ് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് കുറച്ച് ഫ്രൂട്ട്, കുറച്ച് വെജിറ്റബിള്, കുറച്ച് പ്രോട്ടീൻ, കുറച്ച് ചോറ്, അങ്ങനെ കഴിക്കണം എന്ന് ഉണ്ടായിരുന്നത്. ഞാൻ തുടങ്ങിയത് ആക്ച്വലി.
പിന്നെന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോഴത്തേക്കും അവിടെ ക്ലോ മെഷീൻ ഇങ്ങനെ മറ്റേ പാവനെ എടുക്കുന്ന ഒന്നും പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനത്തെ മെഷീൻ കണ്ടു ഇവിടെ മാളിൽ പോയപ്പം. അവിടെ ക്യൂട്ടായിട്ടുള്ള പാവകളാണേ. അപ്പോൾ എനിക്ക് വരെ എടുക്കാൻ തോന്നുന്നു. ആക്ച്വലി എനിക്കിതിനോട് വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ അവിടെ കൊണ്ട് വെക്കാം. പക്ഷെ ആക്ച്വലി പൊടിയൊടിച്ചിരിക്കും. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര കമ്പമാണ്. അപ്പം നമ്മളിതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ നിന്ന് കുക്കിയൊക്കെ ഇങ്ങനെ കണ്ട് വെച്ചിട്ടുണ്ടിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ തന്നെ നിൽക്കണം. കുറേ ലേറ്റായി. അപ്പം ഒരു മിനിറ്റ്. അങ്ങനെ നമുക്ക് അപ്പം നമ്മളിങ്ങനെ നമുക്ക് മനസ്സിലായി അവൾക്ക് പാവ വേണമെന്നുണ്ട്. പക്ഷെ അത് കളിക്കാനായിട്ട് തന്നെ ഭയങ്കര റേറ്റാണ് കേട്ടോ. പിന്നെ ചെറിയ റേറ്റിൻ്റെയും വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൻ്റെയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു അവളുടെ അടുത്ത്, അപ്പം നമ്മൾ രണ്ടുപേരുടെയും കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചാടിത്തുള്ളി ഇങ്ങനെ നടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണക്കമുണ്ടെങ്കിൽ അപ്പം തന്നെ മാറും. അപ്പം സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടങ്ങ് മാറും. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ അവളെ നോക്കിയേ. അപ്പം നോക്കിയപ്പോഴത്തേക്കും അവൾ കണ്ണൊക്കെ ഇങ്ങനെ താഴോട്ടും ഇങ്ങനെ മേളോട്ടൊക്കെ സങ്കടത്തിൽ നോക്കുവാണേ. അപ്പം ഞാൻ ചോദിച്ചു, കുക്കിക്ക് പാവ കിട്ടാഞ്ഞിട്ട് സങ്കടം വന്നോന്ന് ചോദിച്ചേ. അപ്പം അവളിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് സങ്കടം വന്നേ. അപ്പം നമ്മൾ പറഞ്ഞു, കുക്കി സാലറി കിട്ടിയിട്ട് ഡാഡയ്ക്ക് സാലറി കിട്ടിയിട്ട് അടുത്ത മാസം വാങ്ങിച്ചു തരാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ വേറൊരു കടയിൽ പോയിട്ട് അവൾക്ക് ബബിളും അവൾ തന്നെ സെലക്ട് ചെയ്ത് ബബിളും ബലൂണും മാളിൽ കയറിയപ്പോൾ തന്നെ അവൾ കുറേ ബലൂൺ കണ്ടു. പക്ഷെ അത് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ബലൂണായിട്ട് വാങ്ങിച്ച് കൊടുത്തു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, അടുത്ത മാസം കുക്കിക്ക് തരും കേട്ടോ പാവ എന്ന്. അപ്പോൾ അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കുക്കി ഇടയ്ക്കൂടെ വന്ന് അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ ഒരു ആൽഫബറ്റ് എടുത്തുകൊണ്ട് പോയി. അപ്പം അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തുവാ അവൾ പറയും, കുഴപ്പമില്ല ഡാഡാ, എന്തുവാ സാലറി കിട്ടിയിട്ട് വാങ്ങിച്ചു തന്നാൽ മതി എന്നൊക്കെ അവൾ പറയും. അത് കേൾക്കുമ്പോൾ നമുക്കും ചിലപ്പം ചിരിയും സങ്കടമൊക്കെ വരും കേട്ടോ. അവൾ എന്തിനും അറിഞ്ഞാണ് സംസാരിക്കുന്നത്. ഞാൻ പോലും ഇങ്ങനെ സംസാരിക്കാറില്ല. അപ്പോഴാണ് കൊച്ചിലല്ലേ ഇപ്പം പോലും. അപ്പം അങ്ങനെ നമ്മൾ ചിലപ്പം ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിജോ ഇങ്ങനെ പറഞ്ഞില്ലേ, ക്ലോ മെഷീൻ ആണെങ്കിൽ നമുക്ക് 7 വട്ടമേ ഏറ്റവും സ്റ്റാർട്ടിങ് റേഞ്ചിന് 7 ടൈംസേ നമുക്ക് അതിനകത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കിട്ടാതിരിക്കുക അത്ര എമൗണ്ട് കൊടുക്കണം. പക്ഷേ നമുക്ക് വേറെ ഷോപ്പുണ്ട്, അതിനകത്ത് അതിലും താഴെ റേറ്റിന് നമുക്ക് ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അതെന്തായാലും വാങ്ങിക്കാം. മറ്റേത് ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടത്തില്ല, അങ്ങനൊരു ഇതായിരിക്കും. അപ്പം അവൾ ഭയങ്കര ഈ 1.5 ആഴ്ച അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചാടി പാവയെന്ന് പറയുമ്പോഴത്തേക്കും പാവ 2 കാലിലില്ല മാക്രി ചാടുന്ന പോലെ ചാടും. അപ്പം ഇതൊക്കെയാണ് കുക്കിയുടെ സന്തോഷങ്ങൾ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തുകൊണ്ട്
പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ചിലപ്പം വാങ്ങിക്കും. എന്താ ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ 2 ദിവസം മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുത്തുള്ള പാർക്ക്, പക്ഷെ അടുത്തുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് ഇച്ചിരി ദൂരെയാണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് ബീച്ചായിരുന്നു. അപ്പം ഞാൻ കുക്കിംഗ് തന്നെ പോവും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഡിജോയ്ക്ക് വരുന്ന ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്ന ടൈമാണെങ്കിൽ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവൻ നല്ല ദൂരമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ വേറെ അടുത്തിവിടെ ഇരിക്കാനും ഒന്ന് പുറത്തിറങ്ങി ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്രയും ദൂരം പോവുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്ത് അതിൻ്റെ പകുതി പോയാൽ മതി, ഒരു പാർക്ക് തുറന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഘട്ടം ഞങ്ങൾ 3 പേരും കൂടെ പോയി. അതിനുശേഷം പിന്നെ ഞാനും കുക്കിയും പോകും. പക്ഷെ ഭയങ്കര ചൂടാണ്. ഇന്നലെ ഞങ്ങൾക്ക് 48 ഡിഗ്രി ആയിരുന്നു ഇവിടെ. അപ്പം ചുമ്മാതെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച് കടയിൽ നിന്ന് പോയി എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് വരാം, നോക്കാം, ചൂടില്ലെങ്കിൽ വേണേ പാർക്കിൽ പോവാം. അപ്പം ഡിജു ഇങ്ങനെ പറഞ്ഞ് നോക്ക്, കാരണം നല്ല ചൂടാണ്, പറ്റുന്നില്ലെങ്കിൽ പോകണ്ട, ജസ്റ്റ് നീ അവിടെയൊക്കെ ഒന്ന് നിന്ന് കടയിൽ പോയിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കടയിൽ പോയി കുക്കിക്ക് ഇഷ്ടമുള്ള ഇതാണ് M&M's ചോക്ലേറ്റ് കേട്ടോ. ഒരു ദിവസം അത് ഡാഡ ഡിജോ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അവിടെ തന്നെ പോയി. അത് വേറെ കടയായിരുന്നു, വേറെ സ്ഥലത്തൊക്കെ ഇരുന്ന സാധനമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള കടയിൽ പോയപ്പോൾ അവൾക്കത് കണ്ടിട്ട് മനസ്സിലായിട്ട് അവൾക്കത് മതി എന്നുള്ള രീതിയിൽ 2-3 വട്ടം പോയപ്പോഴേ അവൾ അത് തന്നെ പോയി എടുക്കുന്നത്. അങ്ങനെ അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ചിപ്സ്, ഒരു മിൽക്ക് ഷേക്കും, മിഠായിയും അങ്ങനെ മാറി മാറി നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പം ഇത് വാങ്ങിച്ചിട്ട് ചുമ്മാ നടന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു ചുമ്മാതൊരു മണ്ണ് പോലെ ഒരു ഏരിയ ഉണ്ട് കടയുടെ അപ്പുറത്ത്. ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ പോയി നിന്ന് വേണേ തുറന്ന് നമുക്ക് എന്തെങ്കിലും കൊടുത്ത് കഴിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങ് ബിൽഡിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അവിടുത്തെ കുക്കിന്ന് നമുക്കിത് കഴിക്കാം. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞു വേണ്ട, വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവളോ എന്തോറ്റി. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്നുകൂടെ അവിടുത്തെ ചോദിച്ചു കുക്കി പാർക്കിൽ പോകണോ? അപ്പോൾ അവളതങ്ങ് മറന്ന് ഇരിക്കുമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ കിടന്ന് ചാടി, ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് പോണം പോണം ഇങ്ങനെ വാങ്ങാം. പിന്നെ ഞാനും നോക്കിയില്ല, ഞാനും അവളും വെച്ച് പിടിച്ചങ്ങ് നടന്നു. അങ്ങനെ എന്തായാലും പാർക്കിലൊക്കെ പോയിട്ട് വന്നു. അവിടെ കുറേ കല്ലെന്ന് പറഞ്ഞാൽ മൗണ്ടൻസ് പോലെ, ഈ കല്ല് പോലെ സ്ലൈഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കും. അതായത് കുറേ മൗണ്ടൻസ് പോലെ, ഹില്ല് പോലെ ഇങ്ങനെ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാസ് അല്ല, കല്ലോ സിമെൻറ്റോ എന്തുവാനും പറയുന്നത്. അപ്പം പിന്നെ ഒരു ഏരിയയിൽ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, പിന്നെ 2 ഏരിയയിൽ വെള്ളമുണ്ട്.
ഇച്ചിരി വലിയ പിള്ളേർക്ക് താഴേന്ന് നമ്മുടെ മുട്ടുവരെയൊക്കെ ഉള്ളൊരിതിൽ വെള്ളം ഇങ്ങനെ ചാടും ഫൗണ്ടൻ പോലെ. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ഞാൻ കളിക്കും. വേറൊരു ഏരിയയിൽ അതിലും ചെറിയ പിള്ളേർക്ക് ജസ്റ്റ് മിസ്റ്റ് പോലും ഇങ്ങനെ വരും, സ്പ്രേ ചെയ്ത്. അപ്പോൾ കുക്കി അവിടെ പോയി കളിക്കും. മറ്റിടത്ത് അവർക്ക് പേടിയാണ്, അത്രയും വെള്ളം വരുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് ആദ്യം പേടിയായിരുന്നു, പോത്തില്ലായിരുന്നു. നമുക്ക് അവിടെ പോയി നിൽക്കാം. അപ്പം ആദ്യം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മുടിയിലെല്ലാം ഇങ്ങനെ ആ വെള്ളം വീഴുന്നതാണ്, പക്ഷേ എല്ലാം മുടിയിലെല്ലാം നരച്ച പോലെ ആവും, വൈറ്റ് കളർ. കാരണം ഇത് അത്രയും മിസ്റ്റ് പോലെ കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ദേഹത്തും മുടിയിലും ഒക്കെ വൈറ്റായിട്ട് തോന്നും. അങ്ങനെ പിന്നെ സ്ലൈഡ് ഉണ്ട്. സ്ലൈഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ കയറ് പോലെ ഇങ്ങനെ കയറി നമുക്ക് മേലോട്ട് പോവാം. പക്ഷെ അത് അവൾക്ക് കയറാൻ പേടിയാണ്. അപ്പം അതിനകത്തൂടെ കയറാൻ നോക്കിയപ്പോഴാണ് തോന്നുന്നത് അവളുടെ പുതിയ ചെരുപ്പിൻ്റെ ഒരു 2 സാധനം ഉണ്ടായിരുന്നു. ഒരു ഗേളും ഒരു ഡോള് പോലത്തെ ഒരു സാധനവും 2-3 ബലൂൺ ഇരിക്കുന്നൊരു സംഭവം. ഒരു ചെരുപ്പിലെ ബലൂൺ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം അത് പോയി, ആ ബലൂൺ പോയി. അടുത്ത ദിവസം നമ്മൾ പിന്നത്തെ ഒരു ദിവസം പാർക്കിൽ പോയപ്പോഴത്തേക്കും ഇവിടെ ഈ കയറിനകത്തൂടെ കാലിട്ടിട്ട് കയറിനകത്ത് അങ്ങ് കുടുങ്ങിപ്പോയി. അപ്പോൾ കാലിങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കാൻ നേരത്ത് ഞാൻ കണ്ടത് ഊരി താഴെ വീഴുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മറ്റേതും പോയത്. ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പുതിയ ചെരുപ്പായിരുന്നു. അങ്ങനെ പിന്നെന്താ, ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ലിജോ ഈ പരിപ്പുണ്ടാക്കിയത്. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ സാധാരണ വീഡിയോസ് കാണുമെങ്കിൽ നിങ്ങൾക്കറിയാം, എന്താണ് കൂടുതലും ചപ്പാത്തിയൊക്കെയാണ് ഞാൻ തിന്നുന്നത്. ജഡി നീ ഡാഡ എടുത്തോട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അവിടെ നിന്നല്ലേ നീ ഇങ്ങോട്ട് വന്നത്? അത് ശരി. ഡാഡ അവിടെ പോയി, അവിടെ ഇല്ലേ? ഫുൾ ചോറ് ഫിനിഷ് ചെയ്തോ? ഇല്ലേ, നമുക്ക് പോണ്ടേ? പാവ വാങ്ങിക്കാൻ പോണ്ടേ? വരുന്നു. അതാ ഫുഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലൊരു. അയ്യാ അടിക്കുന്നേ. നോർത്ത് ഇന്ത്യൻ ദാൽ. നോർത്ത് ഇന്ത്യൻ ദാലിനകത്ത് നമ്മുടെ ദാൽ പ്ലെയിൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയാ കൂടുതൽ മസാലാസ് ഉണ്ട്. വേണേ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഓക്കെ, വീടല്ലേ? പിന്നെന്താണ്? രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ രാവിലെ കിടക്കുമ്പോഴത്തേക്കും
ഇവിടെ അല്ലാതെ പീജൻസ് ഒക്കെ വന്ന് നമ്മുടെ രണ്ട് വേണ്ടേ പറഞ്ഞോട്ടെ ഒന്ന് മമ്മ കഥ പ്ലീസ്. ഓ ശരി, അത് ഞാൻ മിണ്ടായിരിക്കാം. ഓക്കെ എന്നാ വരുന്നു. പീജൻസ് ഒക്കെ വന്ന് ഇവിടെ ഇരിക്കേ. 2 ദിവസം മുന്നേ കുക്കി മമ്മ പറഞ്ഞില്ലേ, 2 ദിവസം മുന്നേ ആണെങ്കിൽ ഒരു ഇങ്ങനെ ചുണ്ടുള്ളൊരു സാധനം അത് വന്ന് ഇവിടെ കൊത്തുക നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് കൊത്തുന്നു. അപ്പം ഞാൻ പേടിച്ചു പോയി. പറന്നിട്ട് വന്ന് കൊത്തുന്നു, കൊത്തുന്നു ഇത് കുത്തി ഇങ്ങനെ അകത്ത് കയറി വരാൻ പോകുന്ന പോലെ. മമ്മ ഓടി ഡാഡയെ വിളിച്ചിട്ട് ഇന്ന് ചിരിക്കാൻ വേണ്ടി ഒന്ന് വിളിച്ച് വീഡിയോ കോൾ ചെയ്തെങ്കിലും അത് അപ്പം പറന്നുപോയി. അപ്പം മമ്മ ഡാഡ അടുത്ത് പറഞ്ഞപ്പോൾ ഡാഡ പറഞ്ഞു എന്തുവാ അവിടെ കൂടെ റിഫ്ലക്ഷൻ കാണും. ആ മിറർ പോലെ കുക്കി മിററെ പോയി നോക്കത്തില്ലേ, കുക്കിയെ പോയി ചിരിക്കുന്നതും ഒക്കെ പോയി നോക്കത്തില്ലേ, അതുപോലെ ആ ബേർഡിനെ തന്നെ കാണാം ആ റിഫ്ലക്ഷൻ മിറർ പോലെ പുറത്ത്. അത് രണ്ടുമില്ല ഫൈറ്റ് ചെയ്യുന്ന പോലെ ഹൂ 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 ഹൂ. ഓക്കെ ബാ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ തിന്നു കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. അപ്പം ചിലപ്പോൾ ബൈ. Do like, share and subscribe.